മലയാളികളുടെ വികാരമായ ബിരിയാണിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. പനിച്ച് വിറച്ചിരിക്കുമ്പോൾ കഞ്ഞി കുടിക്കാൻ ആരാ ആഗ്രഹിക്കുന്നത്? ആ സമയത്തൊരല്പം ചൂട് ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കി. അതിൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു വൈബും അതൊന്ന് വേറെ തന്നെയാണ്. ആരെങ്കിലും ഉണ്ടാക്കി തരാനുണ്ടെങ്കിൽ പൊളിയായി. ആ ഒരു മസാലയും കൂട്ടും എല്ലാം അടിപൊളി. അപ്പോൾ ഇന്ന് എന്നോടൊപ്പം നിങ്ങളും ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഒരു 3 തക്കാളിയും 6 സവാളയും കഴുകി വൃത്തിയാക്കി എടുക്കാം. സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാവുന്നതാണ്. ഒരു പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നേരത്തെ കട്ട് ചെയ്ത് വെച്ച് സവാളയിൽ നിന്ന് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യമേ ഹൈ ഫ്ലെയിമിൽ വെച്ച് സവാളയൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഈ പരുവാകുമ്പോൾ കോരി മാറ്റി വെക്കുക. ഇല്ലെങ്കിൽ സവാളയും എണ്ണയും ആ ഒരു ചൂടിൽ ഇരുന്ന് മൊരിഞ്ഞ് ഒരു കയ്പ്പ് ടേസ്റ്റായി മാറുന്നതായിരിക്കും. അതേ എണ്ണയിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കാവുന്നതാണ്. നല്ല പോലെ കഴുകി വൃത്തിയാക്കി ചെറുതാക്കിയ ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാവുന്നതാണ്. വെളുത്തുള്ളിയും ചതച്ചെടുക്കാവുന്നതാണ്. 4 പച്ചമുളക് കീറി വയ്ക്കാം. കുക്കറിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഏലക്ക, പട്ട, ഗ്രാമ്പൂ, വയണയില, ഉണങ്ങിയ വയണയില, സവാള എന്നിവ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. കീറി വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും ചേർത്ത് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഒരു മിക്സി ജാറിലേക്ക് കട്ട് ചെയ്ത തക്കാളി, കഴുകിയ മല്ലിയില, പുതിനയില എന്നിവ ചേർത്ത് അരച്ച് പേസ്റ്റ് ആക്കാവുന്നതാണ്. ഉള്ളിയിലേക്ക് പേസ്റ്റ് ഒഴിച്ച് പച്ച മണം മാറും വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. കഴുകി വൃത്തിയാക്കിയ ഇറച്ചി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഉപ്പ്, കുരുമുളക് പൊടി, ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഗരം മസാലയാണ്, ലെമൺ ജ്യൂസ് എന്നിവ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല പോലെ ഒന്ന് ഇളക്കി തിള വരുന്ന സമയത്ത് 4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അരിയുടെ അളവിൽ വെള്ളവും മാറ്റം വരുന്നതായിരിക്കും. വെള്ളം തിളയ്ക്കുന്ന സമയം മാത്രം അരിയിട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ അരി കുഴഞ്ഞ് ആ ഒരു ബിരിയാണിയുടെ ആ പൊടി കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടില്ല. നല്ല പോലെ തിളയ്ക്കുന്ന സമയത്ത് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. 3 വിസിലടിച്ച് തണുത്ത് തുറന്ന് മല്ലിയില, അണ്ടിപ്പരിപ്പ്, മുന്തിരി, വറുത്ത സവാള എന്നിവ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല വാട്ടിയ ചൂട് വാഴയിലയിൽ നല്ല ചൂടായി തന്നെ ബിരിയാണി പൊതിഞ്ഞെടുത്താൽ അത് തുറക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ്. നിങ്ങളും ഉറപ്പായി ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.